എങ്ങനെയാണ്? യെസ്, നമ്മളെല്ലാവരും ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലെ. അപ്പൊ ആനുവൽ എക്സാം എന്ന് പറയുന്ന സമയത്ത് ഇനിയുള്ള ദിവസം എന്ന് പറയുന്നത് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചോദ്യങ്ങളൊക്കെ പഠിക്കണ്ടേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് മിസ് വന്നത്. മക്കൾ എല്ലാവരും എന്ത് ചെയ്യാ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. യെസ്, ഒബ്സർവ് ദ ഡ്വെല്ലിംഗ് ഓഫ് ഡിഫറെന്റ് ക്രീച്ചേഴ്സ്, റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ്, ലിസ്റ്റ് ദം അക്കോർഡിംഗ് ടു ദ പെക്യുലാരിറ്റീസ് ഗിവൺ ബിലോ. വിവിധ ജീവികളുടെ കൂടുകൾ നിരീക്ഷിച്ച് കൂടുണ്ടാക്കുന്നതിലെയും ഉപയോഗിക്കുന്നതിലെയും സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. പട്ടിക ഉചിതമായി പൂർത്തിയാക്കൂ. അപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള ജീവികളെ കണ്ടിട്ടുണ്ട്. ഓരോ ജീവികളുടെയും കൂടുകൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്താണ്? വ്യത്യാസങ്ങളല്ലേ. അത് ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അത് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ചില കൂടുകളൊക്കെ എന്താണ്, ചില ജീവികളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ചില ജീവികൾക്കൊന്നും എന്തില്ല, പ്രത്യേകമായിട്ട് കൂടൊരുക്കാത്ത ആളുകളുണ്ട് അല്ലെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ജീവികളെ നമ്മൾ തരംതിരിക്കാണ്. ഇവിടെ നോക്കിയ മക്കൾ, എന്തൊക്കെയാണ്? മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ മാത്രം കൂടുണ്ടാക്കുന്നവ. അതായത് എന്ത് ചെയ്യാനാണ്? മുട്ടയൊക്കെ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കണം, ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? കൂടുണ്ടാക്കുന്നത് ഒരു വിഭാഗം ആൾക്കാർ അല്ലെ. എന്നാൽ ചില ആളെങ്ങനെയാണെന്നറിയോ? കൂടുണ്ടാക്കി താമസിക്കുന്നവ. അവരെന്ത് ചെയ്യും? കൂടുണ്ടാക്കിയിട്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് താമസിക്കുന്നുണ്ട് അല്ലെ. മറ്റ് ജീവികളെ, കൂടുകളെ ആശ്രയിക്കുന്നവ. യെസ്, ചില മടിയന്മാരുണ്ട്. അവരെന്ത് ചെയ്യും? അവര് കൂടെ ഒരുക്കില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മറ്റ് ജീവികളുടെ കൂടിനെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാലോ? ഇത് നോക്കിയോ, ആരൊക്കെയാ ഉള്ളത്? ദ പാരറ്റ് അല്ലെ. പാരറ്റ്, നമ്മുടെ തത്തയുണ്ട്. യെസ്, നമ്മുടെ കാക്ക, പിജിയൺ അല്ലെ, നമ്മുടെ പ്രാവ്, ഹമ്മിങ് ബേർഡ്, ടേർട്ടിൽ അല്ലെ, ആമ. ഇവരൊക്കെ പ്രത്യേകത എന്താണ്? ഇവരൊക്കെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാനായിട്ട് കൂടൊരുക്കുന്ന ആളുകളാണ്. എന്നാൽ നിങ്ങൾ നോക്കി, നമ്മുടെ ബീസ്, ആൻഡ്സ്, ടെർമിറ്റ്സ്, ഹ്യൂമൻസ് ഒക്കെ അല്ലെ, നമ്മുടെ തേനീച്ച ആയിക്കോട്ടെ അല്ലെ, വണ്ടുകൾ ആയിക്കോട്ടെ, നമ്മുടെ ഉറുമ്പുകൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ചിതലായിക്കോട്ടെ, നമ്മുടെ മനുഷ്യന്മാര്, നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന മനുഷ്യരായിക്കോട്ടെ, നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടൊരുക്കാറുണ്ട് അല്ലെ. നമ്മളെ വീട് നമ്മൾ നിർമ്മിക്കാറില്ലേ? അതാണ് സംഭവം. എന്നാൽ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്. ഇതാ നോക്കിയോ നിങ്ങൾ, കുക്കു, നമ്മുടെ കുയിലാണ്. ആൻഡ് സം വാസ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് വാസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല. വേട്ടാളനില്ലേ, വേട്ടാളൻ കൂടൊരുക്കാറുണ്ട്. എന്നാൽ അതിൽപ്പെട്ട ചില ആളുകൾ മാത്രം ഉണ്ട്, കുഞ്ഞു മടിയന്മാര്, അത്ര മാത്രം. അപ്പൊ കുയിലിനെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. അത് എന്ത് ചെയ്യാറില്ല? അത് സ്വന്തമായിട്ട് കൂടൊരുക്കാറില്ല. അത് എന്ത് ചെയ്യും? അത് വേറൊരാളുടെ കൂട്ടിൽ പോയിട്ടാണ് മുട്ടയിടൽ അല്ലെ. നമ്മുടെ കാക്കയുടെ കൂട്ടിൽ പോയിട്ട് കുയില് മുട്ടയിടുന്ന കഥയൊക്കെ നമ്മളെല്ലാരും എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഈ ഒരു ടേബിള് മക്കൾ എന്ത് ചെയ്യാ? ഓർത്തു വെക്കുക. ഇവിടെ ഈ വാസ്പിന്റെ കാര്യം ഉണ്ടല്ലോ, അത് ജസ്റ്റ് മിസ് പറഞ്ഞു തന്നേ ഉള്ളൂ. അത് ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഞാനിതാ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ചിലപ്പോൾ വാസ്പ് മാത്രം കണ്ടു കഴിഞ്ഞാൽ മക്കൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. പക്ഷെ മനസ്സിൽ ഓർത്തു വെക്കുക, ചില ആളുകളുണ്ട്, ചില ആളുകള് മാത്രം. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്തൊരു ചോദ്യം ഉണ്ട്. ചോദ്യം ഇതാണ്. നോക്കി, നിങ്ങൾ കുറെ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇത് എന്താണ്? ഇവര് ഓരോരുത്തരും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓരോ ആവശ്യത്തിന് പോയതാണ് കേട്ടോ. അപ്പൊ ആ സിറ്റുവേഷൻ വായിച്ചിട്ട്, ആ സന്ദർഭം വായിച്ചിട്ട് അത് ഏത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം പറയണം. അപ്പൊ നോക്കിയാലോ, ആദ്യത്തെ എന്താണ്? യെസ്, മീരയും കൂട്ടുകാരും എന്ത് ചെയ്യാണ്? ടീച്ചറെ കൂടെ കളിക്കുകയാണ് അല്ലെ. ടീച്ചറെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെടാ? അത് നമ്മുടെ സ്കൂളാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സ്കൂളാണ്. മിസ് ഇവിടെ എഴുതുന്നുണ്ട്, ആൻസർ മിസ് ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? സ്കൂളാണ്, അല്ലെങ്കിൽ വിദ്യാലയമാണ് അല്ലെ. അടുത്ത എന്താണ്? ദ ഫാദർ ബൈ റൈസ്, വീറ്റ് ആൻഡ് കെറോസിൻ അല്ലെ. നമ്മുടെ എന്താണ്? അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്? മീരയുടെ അച്ഛൻ ഗോതമ്പും മണ്ണെണ്ണയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എവിടെ നിന്നായിരിക്കടാ? നമ്മുടെ റേഷൻ കടയിൽ നിന്നായിരിക്കും അല്ലെ. ഞാനിതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, റേഷൻ ഷോപ്പ് അല്ലെ. റേഷൻ ഷോപ്പിൽ നിന്നായിരിക്കും അല്ലെ. യെസ്, മോളിലാണ് എഴുതിയത്. അപ്പൊ രണ്ടും നമുക്ക് ഓർക്കാം. അടുത്ത എന്താണ്? ദ മദർ ടേക്സ് ദ ഗ്രാൻഡ് ഫാദർ ഫോർ ആൻ ഐ ടെസ്റ്റ്. കണ്ണ് എന്ത് ചെയ്യാൻ നോക്കി? ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. എവിടെയാ കൊണ്ടുപോവാ? ഹോസ്പിറ്റലിൽ അല്ലേ. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഹോസ്പിറ്റൽ അല്ലെ. ദ ഗ്രാൻഡ് മദർ റിസീവ് പെൻഷൻ അല്ലെ. പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? നമ്മുടെ ബാങ്ക് നമുക്ക് എഴുതാം അല്ലെ. ബാങ്ക് ആണ്. ദ ഗാർബേജ് കളക്ടേഴ്സ് ടേക്ക് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രം ദ ഹൗസ് അല്ലെ. നമ്മുടെ ഹരിത കർമ്മസേനയെ പറ്റിയല്ലേ ഇവിടെ പറയുന്നത് അല്ലെ. കർമ്മസേന അല്ലെ. ഹരിത കർമ്മസേനയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതായത് എവിടെയാണ്, ഏതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്?
യെസ്, നമ്മുടെ പഞ്ചായത്താണ് അല്ലെ. സോറി, യെസ്, നമ്മുടെ പെൻസിലിന്റെ ചെറിയൊരു പ്രശ്നം. ഓക്കെ, എന്താണ് പഞ്ചായത്ത് ഓഫീസാണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം എന്താണ് പഞ്ചായത്ത് ഓഫീസ് അല്ലെ, പഞ്ചായത്ത് ഓഫീസ്. അപ്പൊ ഈ പറയുന്നതൊക്കെ എന്താണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പൊ കൃത്യമായിട്ട് ഇവയൊക്കെ ഓർക്കുക നിങ്ങൾ. ഓരോ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന സർവീസുകളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ആനുവൽ എക്സാമിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.